ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ ഡെന്റൽ കോളേജിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു എന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിതിൻ രാജിൻ്റേത് ആത്മഹത്യയെന്ന് സൂചന. ജാതി പറഞ്ഞും നിറം പറഞ്ഞും അധ്യാപകൻ നിതിനെ കണക്കറ്റ് പരിഹസിച്ചുവെന്ന് നിതിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അധ്യാപകൻ തന്റെ അമ്മയെ കളിയാക്കിയെന്നും കൈയും കാലും വെട്ടുമെന്ന് പറഞ്ഞുവെന്നും നിതിൻ പറയുന്ന ഓഡിയോ ഇന്ന് പുറത്തു വന്നു. ഡോക്ടർ കെ റാം, ഡോക്ടർ സംഗീത എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിതിൻ രാജിന്റെ മരണത്തെപ്പറ്റി ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജാതി വർണ്ണ അധിക്ഷേപമുണ്ടെന്ന പരാതി ഗൗരവമായി അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിതിൻ രാജിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. UDF അധികാരത്തിലെത്തിയാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നിർത്തിവെക്കാൻ ഹൈക്കമാൻഡ് നേതാക്കൾക്ക് അടിയന്തര നിർദ്ദേശം നൽകി. അനവസരത്തിലെ വർത്തമാനം ഒഴിവാക്കണമെന്ന് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. കുന്നംകുളത്ത് ക്യാൻസർ അതിജീവിതയായ SC പ്രൊമോട്ടറെ CPM നേതാവ് ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ചതായി റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാത്തതിന്റെ പേരിൽ പാർട്ടി ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നു. പാർട്ടി തീരുമാനിച്ചു തന്നതാണ് SC പ്രൊമോട്ടർ സ്ഥാനമെന്ന് ഭവീഷ് എന്ന ലോക്കൽ സെക്രട്ടറി പറയുന്നുണ്ട്. പയ്യൂർ ബ്രാഞ്ച് സെക്രട്ടറിയാണ് രാജിവെച്ച SC പ്രൊമോട്ടറും ക്യാൻസർ അതിജീവിതയുമായ സ്വാതി സോമൻ. കൊച്ചിയിൽ അമിത വേഗതയിലെത്തിയ കാർ കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിന് സമീപം തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 2 പേർ സാരമായ പരിക്കുകളുമായി ആശുപത്രിയിലായി. പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ആശാ ഭോസ്ലെ അന്തരിച്ചത്. 20 ഭാഷകളിലായി 12,000-ൽ പരം ഗാനങ്ങൾ ഗായിക ആലപിച്ചിട്ടുണ്ട്. 92 വയസ്സായിരുന്നു. പയ്യന്നൂരിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയ 3 DYFIക്കാരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. അശ്വിൻ, സുനാജ്, സുജിത്ത് എന്നിവരെയാണ് പുരുഷോത്തമന്റെ കാർ കത്തിച്ച കേസിൽ പിടികൂടിയത്. പെരിന്തൽമണ്ണ സ്വദേശി ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനെ ബോംബെയിൽ നിന്ന് കേരള പോലീസ് പിടികൂടി. വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് കിടപ്പുമുറിയിൽ വെച്ച് ഇയാൾ ദൃശ്യയെ കുത്തിക്കൊന്നത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ കുളിമുറി തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു വിനീഷ്. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഇന്ത്യയെയും ചൈനയെയും സമ്മർദ്ദത്തിലാക്കുന്ന തീരുമാനമെടുക്കുമെന്ന സൂചന നൽകി ട്രംപ്. ചൈനയുടെയും ഇന്ത്യയുടെയും എണ്ണ ഉറവിടത്തെ ഇല്ലാതാക്കുന്നതിലൂടെ നയതന്ത്ര സമ്മർദ്ദം കൂട്ടാമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. കൂടുതൽ അറിയേണ്ട വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.